കിട്ടാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ മൂണിൽ പോയിട്ട് എർത്തിനെ നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കൂ, മൂണിന്റെ പ്രത്യേകത വെച്ചാൽ മൂണ് ഒരു ഫേസിനെ മാത്രം എർത്തിനെ കാണിക്കുന്നുള്ളൂ, മറ്റേ ഫേസിനെ എർത്തിനെ കാണിക്കുന്നതേ ഇല്ല. സോ ദ നാച്ചുറൽ കോൺസിക്വൻസ് ഈസ് ദോസ് ഹു ആർ സിറ്റിംഗ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി മൂൺ കനോട്ട് സീ എർത്ത്. അങ്ങനെ എർത്തിനെ കാണാൻ പറ്റില്ല, അല്ലെ? ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഈ മൊയലിന്റെ ഭാഗത്തിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റുള്ളൂ? എർത്തിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എർത്തിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന ആൾക്ക് തന്നെ മൂന്ന് എർത്ത് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ, ലെറ്റ്സ് ഹാവ് റിട്ടൺ ഹിയർ. എർത്ത് വാക്സിൻ വേനൊക്കെ ഉണ്ടാവും, പക്ഷെ എർത്ത് ചന്ദ്രന്റെ ആകാശത്തിൽ ഏകദേശം ഒരേ സ്ഥലത്തായിരിക്കും നിൽക്കുക. ഇതുപോലെ ഉദയവും അസ്തമയവും ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അതായത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ചന്ദ്രൻ ഉദിക്കുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, നക്ഷത്രങ്ങൾ ഉദിക്കുന്നു, നക്ഷത്രങ്ങൾ അസ്തമിക്കുന്നു ഒക്കെ ഉണ്ട്, അല്ലെ? പക്ഷെ നമ്മൾ ചന്ദ്രനിൽ ഇരുന്നിട്ട് ഭൂമിനെ നോക്കുകയാണെങ്കിൽ ഭൂമി ഇങ്ങനെ ഉദിക്കുന്നു അസ്തമിക്കുന്നു. ചില ഭാഗക്കാർക്ക് ഭൂമിയെ കാണാൻ തന്നെ പറ്റില്ല. ചില ഭാഗക്കാർക്കൊക്കെ ഭൂമിയെ കാണാം. കാണുന്നവർക്ക് ഭൂമി ആകാശത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമായി നിന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ മൂവ്മെന്റ്സ് ഉണ്ടാവും. ദിസ് വിൽ ഗോ ടു ദിസ് സൈഡ്, മേ ബി ദിസ് സൈഡ് ആൻഡ് ദിസ് ആൻഡ് ഓക്കെ, ടു ആൻഡ് ഫ്രോ. സച്ച് മോഷൻസ് വിൽ ബി ദർ ബിക്കോസ് ഓഫ് സം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ആംഗിൾസ്. അതല്ലാതെ ഭൂമി ഉദിക്കുകയോ അസ്തമിക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ചന്ദ്രനെ കാണുമ്പോൾ ചന്ദ്രന്റെ വലിപ്പത്തിലല്ല ചന്ദ്രനിൽ നിന്ന് ഭൂമി ഉണ്ടാവുക. കാരണം ഇവിടുന്ന് ചന്ദ്രനിലേക്കും ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം സെയിം ആണെങ്കിലും ഇവരുടെ വലിപ്പം ഒന്നല്ല. ഭൂമി ഈസ് ഫാർ ബിഗർ ദാൻ ദി മൂൺ. ഓക്കെ, സോ എർത്ത് ലുക്സ് എ ലിറ്റിൽ ബിറ്റ് ലാർജർ. വളരെ വലുതായിട്ടായിരിക്കും നമുക്ക് വളരെ വലുതായിട്ടായിരിക്കും നമുക്ക് എർത്തിനെ കാണാം. ഓക്കെ, അപ്പം നമ്മളോട് ആരെങ്കിലും ഇപ്പം ക്യൂസ് ഒക്കെ നടത്തുമ്പോൾ ചോദിക്കാറുണ്ട്, സപ്പോസ് യു ആർ ഇൻ മൂൺ ആൻഡ് യു ആർ വാച്ചിങ് എർത്ത് ഫ്രം ദർ, what is the time it take from one horizon to another? ഒരു ഹൊറൈസൺ അടുത്ത ഹൊറൈസണിലേക്ക് പോകാൻ എത്ര സമയം എടുക്കും? ഭൂമിയിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടേക്ക് 6 hours, അല്ലെ? 12 hours എടുക്കുന്നു പറയാം. പക്ഷെ if it is in a moon, that earth will be a stationary object there. Okay, അതാണ് അവിടെ എഴുതിയത്. Earth will almost be a stationary object from moon, only from one face of moon. ഒരു ഫേസിലുള്ളവർക്ക് മാത്രമേ ഇതുപോലെ നമ്മളെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ സ്കൈ വാച്ചിങ്ങിന്റെ ഐഡിയയിലൂടെ നമ്മൾ വി ആർ ജസ്റ്റ് ട്രൈങ് ടു ഗിവ് യു സം ഇൻഫർമേഷൻസ് വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ് ഇൻ ദി ആസ്ട്രോഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അതാണ് ഒരു കാര്യം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഈ ക്രേറ്ററുകൾ എന്ന് വെച്ചാൽ നമ്മൾ നല്ല ടെലസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഈ ക്രേറ്റർ കാണാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ലുക്കിംഗ് ത്രൂ ദ 8-inch ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് ഭംഗിയായിട്ട് ഈ ക്രേറ്ററുകൾ കാണാം. ഈ ക്രേറ്ററുകളൊക്കെയും നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. സോ മീൻസ് ഈച്ച് ആൻഡ് എവറി ക്രേറ്റർ ഹിയർ ഹാസ് എ നെയിം. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. ഇതിന്റെ ഡൈനാമിക്സ്, ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് അറിയാം. ആൻഡ് സോ ഓക്കെ, ഓരോരുത്തർക്കും ഓരോ പേരുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഓരോ സയന്റിസ്റ്റുകളുടെ പേരിലൊക്കെയാണ് ഈ മൂണിലെ പല പല ക്രേറ്റേഴ്സും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്രേറ്റേഴ്സിന്റെ ഒക്കെ ഒരു ഫോട്ടോ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വരെ നമുക്ക് ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. ഓക്കെ, സോ യു ക്യാൻ ഈവൻ മെഷർ ദിസ് ഹൈറ്റ്സ് ഓഫ് ദി ക്രേറ്റർ വാൾസ് യൂസിങ് സിമ്പിൾ ട്രിഗ്നോമെട്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ക്രേറ്ററിന്റെ ഒരു ഷേഡോയുടെ നീളം അളക്കുകയും നമുക്ക് മൊത്തം മൂണിന്റെ ഒരു ഇമേജ് കിട്ടുകയും ചെയ്താൽ ഫോട്ടോഷോപ്പിലൊക്കെ വെച്ച് നമുക്ക് അതിന്റെ ലെങ്ത് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം, because we know the actual radius of moon, actual radius of moon അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫിലെ ഓരോ യൂണിറ്റും എത്ര ദൂരമാണെന്ന് നോക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ക്രേറ്ററുകളുടെ ഷാഡോ മെഷർ ചെയ്യാം. ആ ഷാഡോയുടെ മെഷർമെന്റിൽ നിന്ന് നിങ്ങൾക്ക് യൂസിങ് സം ട്രിഗ്നോമെട്രിക് ഐഡിയാസ് you can come to the conclusion of what the actual height of these craters. ആ ക്രേറ്ററിന്റെ ഹൈറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മൂണിന്റെ മാപ്പിൽ വെച്ച് വെരിഫൈ ചെയ്യാം. അത് ശരിയാണോ ഇത് പണ്ട് നമ്മൾ BSc ഫിസിക്സിലെ കുട്ടികളെയൊക്കെ പ്രൊജക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. നമുക്ക് നല്ല ടെലസ്കോപ്പിലൂടെ നല്ല മൂണിന്റെ ഒരു പിക്ചർ എടുക്കുക. പ്രിഫറബിളി മൂൺ അറ്റ് ഹാഫ് ആവുന്ന സമയത്താണ് നമുക്ക് ക്രേറ്ററുകൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം. കാരണം അത് ഞാൻ പറയാം, അതായത് ലൈറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോഴാണ് ക്രേറ്റർ ബോൾസ് ഉണ്ടാവുക. ഫുൾ മൂൺ ആവുന്ന സമയത്ത് ലൈറ്റ് വരുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ക്രേറ്റർ ബോളുകളൊന്നും ഈ ഷേഡോ ഉണ്ടാവില്ല. ഓക്കെ, സോ
ഈ ക്രൈറ്റർ എന്ന് പറയുന്നത് മൂണിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫീച്ചറാണ്. നമ്മുടെ സ്കൈ വാച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്രൈറ്ററുകളെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു കാര്യമാണ്. ഓക്കെ ഓക്കെ ദെൻ വി ക്യാൻ ടോക്ക് അബൌട്ട് ദി ലൂണാർ എക്ലിപ്സ്. അങ്ങനത്തെ കുറച്ച് എക്ലിപ്സുകളും കൂടെ ചേർന്നാലേ നമുക്ക് ഈ പറയുന്ന ഈ മൂണിന്റെ എല്ലാ ഫീച്ചറുകളും മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ എക്ലിപ്സിന് മുമ്പ് നമുക്ക് ലൂണാർ ഫേസസ് ഉണ്ട് അല്ലെ. മൂൺ എന്ന് പറയുന്നത് ചിലപ്പം എന്തായിരിക്കും, ചിലപ്പം ഈ പറയുന്ന പോലെ ഫുൾ മൂൺ ആയിരിക്കും അല്ലെ, ചിലപ്പം ഈ പറയുന്ന പോലെ നൾ മൂൺ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂ മൂൺ ആയിരിക്കും. ഓക്കെ, ചിലപ്പം ഹാഫ് ആയിരിക്കും, ചിലപ്പോൾ ക്വാർട്ടർ ആയിരിക്കും, ആൻഡ് സോ ആൻഡ് സോ. എങ്ങനെയാണ് മൂണിന് ഇങ്ങനെ ഫേസസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് മൂണിന് ഫേസസ് ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നോക്കൂ, മൂണിന് ലൈറ്റ് കൊടുക്കുന്ന ആരാണ്? സൺ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് moon as a sphere, it is lighted up from the sun, so always a hemisphere. ഒരു ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റഡ് അപ്പ് ആയിരിക്കും. ആ ലൈറ്റഡ് അപ്പ് ആയ ഹെമിസ്ഫിയറിന് എർത്ത് എവിടെ നിന്നാണോ നോക്കുന്നത് എന്നതിനെ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് ഫുൾ മൂൺ ആണോ, ഹാഫ് മൂൺ ആണോ, നൾ മൂൺ ആണോ എന്ന് പറയാം. ഓക്കെ, നോക്കൂ, ഇവിടെ സൺലൈറ്റ് വരുന്നത് ഇവിടെയാണ് സൺ ഇരിക്കുന്നത്. ഓക്കെ, സൺ ഈസ് സിറ്റിംഗ് ഹിയർ, സൺലൈറ്റ് ഈസ് കമ്മിങ് ഹിയർ. സോ മൂണിന്റെ ഈ പോർഷൻ ആണ് ലൈറ്റഡ് അപ്പ് ആവുന്നത്, ഈ പോർഷൻ ആണ് ലൈറ്റഡ് അപ്പ് ആവുന്നത്, ഈ പോർഷൻ എന്താണ്, ഡാർക്ക് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നോക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തിനെ കാണാം, നമുക്ക് ഡാർക്ക് ആയ മൂണിനെ കാണുന്നു. ഓക്കെ, വേറസ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് സൺലൈറ്റ് കാരണം ആരാണ് പിന്നെ ലൈറ്റഡ് അപ്പ് ആവുന്നത്, ഈ ഭാഗമാണ് ലൈറ്റഡ് അപ്പ് ആവുന്നത്. അതിന് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഫുൾ മൂൺ കാണാം. ഓക്കെ, ഇവിടെ ആവുന്ന സമയത്ത് ഇത്രയും പോർഷൻ ലൈറ്റഡ് അപ്പ് ആയി, പക്ഷെ നമ്മൾ അതിനെ ഇവിടുന്ന് നോക്കുന്നത് കൊണ്ട് ദാറ്റ് ലുക്സ് ലൈക്ക് എ ഹാഫ്, ഒരു ഡി എന്നുള്ള തിരിച്ചിടുന്ന പോലെ തോന്നും. ഓക്കെ, ആൻഡ് സോ ആൻഡ് സോ. ഇതിന്റെ ക്രമാനുഗതമായ മാറ്റങ്ങളാണ് പിന്നീട് നമുക്ക് മൂണിന്റെ മറ്റ് ഫേസുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഫേസുകൾക്കും ഈ ലൂണാർ സൈക്കിളുകൾക്ക് എക്ലിപ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പം പറഞ്ഞു ഫേസ് ഉണ്ടാവുന്നത്, അപ്പൊ അമാവാസി എന്ന് പറയുന്നത് ഒരിക്കലും ലൂണാർ എക്ലിപ്സ് അല്ല. പക്ഷെ അമാവാസി എന്ന് പറയുന്നത് എന്താണ്, അന്ന് അവിടെ മൂണുണ്ട്, പക്ഷെ ആ മൂണിന്റെ ലൈറ്റഡ് അപ്പ് ആയ പോർഷനെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഫുൾ മൂണിന്റെ സമയത്തും നൾ മൂണിന്റെ സമയത്തും മൂണിന്റെ ഡയമെൻഷനിലൊന്നും മാറ്റമില്ല, പക്ഷെ നമ്മൾ കാണുന്ന മൂണിന്റെ ലൈറ്റഡ് അപ്പ് ആയ പോർഷന് ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ വി ലുക്ക് അറ്റ് വാട്ട് ഈസ് ദി ലൂണാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സിന്റെ സമയം എന്ന് പറയുന്നത് ഈ പറയുന്ന സണ്ണിന്റെയും മൂണിന്റെയും ഇടയിൽ എർത്ത് വരാം അല്ലെ. കാരണം ഇതിങ്ങനെ ദിസ് ഈസ് എ സൺ മൂൺ സിസ്റ്റം, എർത്ത് സൺ സിസ്റ്റം, എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ്, ആൻഡ് യു ഹാവ് എ എർത്ത് മൂൺ എർത്ത് സിസ്റ്റം, ആൻഡ് ദിസ് ഈസ് അഗൈൻ റൊട്ടേറ്റിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മൂണ് ഇവിടെയും എർത്ത് ഇവിടെയും സൺ ഇവിടെയും വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്തിനെ കാണാം, നിങ്ങൾക്ക് എർത്തിന്റെ ഷാഡോ കാരണം ആര് കംപ്ലീറ്റ് ആയിട്ട് മറയും, മൂണ് കംപ്ലീറ്റ് ആയിട്ട് മറയും. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയും. ഓക്കെ, ലൂണാർ എക്ലിപ്സ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു ആദ്യം പറഞ്ഞ ചിത്രത്തില് സൺ ഇവിടെ, എർത്ത് ഇവിടെ, മൂൺ ഇവിടെ, ഇങ്ങനെ വന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, നമുക്ക് ലൂണാർ എക്ലിപ്സ് നടക്കുള്ളൂ. അങ്ങനെ വരുന്ന ദിവസം എന്തായിരിക്കും, ഫുൾ മൂൺ ആയിരിക്കും. ഓക്കെ, മലയാളത്തിൽ ഫുൾ മൂൺ നമ്മൾ എന്താ പറയാ, പൗർണമി എന്ന് പറയും അല്ലെ, പൗർണമി. ഓക്കെ, അപ്പം അതിന്റെ അർത്ഥം ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് എല്ലാ പൗർണമി നാളിലും മാത്രമേ സംഭവിക്കുള്ളൂ. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ ഷാഡോയ്ക്ക് ഇതിനെ കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാ പൗർണമിക്കും ചന്ദ്രഗ്രഹണം ഉണ്ടാവോ? ഇല്ല. അതെന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് ഒരു റീസൺ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ സോളാർ എക്ലിപ്സും ഉണ്ട്, അത് നമുക്ക് അടുത്ത സ്റ്റേജിൽ പറയാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഏകദേശം സോളാർ എക്ലിപ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അതായത് സോളാർ എക്ലിപ്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, മൂൺ തന്നെ സണ്ണിനെ മറയ്ക്കുന്ന സമയത്താണ്, ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദിസ് ഫിഗർ. ഇവിടെ ഈ ഒരു പൊസിഷനിലാണ് അത് സംഭവിക്കുക. മൂൺ തന്നെ മൂൺ തന്നെ സണ്ണിനെ മറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, സോളാർ എക്ലിപ്സ് ഉണ്ടാവും. നോക്കൂ, അത് എപ്പാ നടക്കുക, ഈ പറയുന്ന നൾ മൂണിന്റെ അന്നാണ് നടക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന അമാവാസിയുടെ അന്നാണ് നടക്കുക. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് എല്ലാ സൂര്യഗ്രഹണം എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ? അമാവാസിയിൽ അന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സോ ഓഫ് കോഴ്സ് ദ ക്വസ്റ്റ്യൻ ഈസ് ദെൻ വൈ ദർ ഇസ് നോ എക്ലിപ്സ് ഇൻ എവറി മന്ത്? ഓക്കെ, എല്ലാ പൗർണമിയുടെ അന്നും എന്തുകൊണ്ട് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നില്ല? എല്ലാ അമാവാസിയുടെ അന്നും എന്തുകൊണ്ട് സൂര്യഗ്രഹണം ഉണ്ടാവുന്നില്ല? ഓക്കെ, അതിന്റെ ഉത്തരം നമ്മൾക്ക് ഈ വരച്ച ചിത്രത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വരച്ച പ്രകാരം ഈ കിടക്കുന്ന സണ്ണും എർത്തും മൂണും എല്ലാവരും ഒരൊറ്റ പ്ലെയിനിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഒരൊറ്റ പ്ലെയിനിലാണ്. ആക്ച്വലി അത് ഒരൊറ്റ പ്ലെയിനിലല്ല. ഓക്കെ, ഇങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട് ഈ പ്ലെയിനുകൾക്ക്. ഓക്കെ, സോ ദ എർത്ത് മൂൺ പ്ലെയിൻ ആൻഡ് ദി എർത്ത് സൺ പ്ലെയിൻ ആർ ടിൽറ്റഡ്. കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടായിരിക്കുന്നത്. അതായത് നിങ്ങൾ എർത്ത് കാണിക്കാം, എർത്ത് മൂൺ പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനോട് ഇച്ചിരി ടിൽറ്റഡ് ആയിട്ടാണ് മൂൺ എർത്ത് പ്ലെയിൻ ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഒരേ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കും. പക്ഷെ അതിനൊരു ഡിഫറെന്റ് പ്ലെയിൻ ആയതുകൊണ്ട്, ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഈ രണ്ട് പ്ലെയിൻസിന്റെ ഇന്റർസെക്ഷനിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഈ പറയുന്ന എക്ലിപ്സുകൾ നടക്കുള്ളൂ. അപ്പം രണ്ട് പ്ലെയിനുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പം യു മസ്റ്റ് ഹാവ് 2 പോയിന്റ്സ് അല്ലെ? 2 പോയിന്റ്സ് ഉണ്ടാവും. ആ 2 പോയിന്റ്സിൽ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് നടക്കുക? ഈ പറയുന്ന ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും നടക്കുക. ഓക്കെ, ആ 2 പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്ലിപ്റ്റിക് അല്ലെങ്കിൽ രാഹു കേതു എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും രാഹു കേതു. ഇതൊന്നും വലിയ പ്രശ്നമുള്ള ആൾക്കാരൊന്നുമല്ല. ഓക്കെ, ഇതൊന്നും ആൾക്കാരും അല്ല, ഇതൊന്നും ഗ്രഹങ്ങൾ പോലും അല്ല. ഇതെന്താണ്? നമ്മളിപ്പോ പറഞ്ഞ രണ്ട് എന്താ പറയാ, ഇവിടെയുള്ള 2 പോയിന്റുകളാണ്. 2 അദൃശ്യമായ 2 പോയിന്റുകൾ, 2 പാത്തുകൾ. മൂണിന്റെ പാത്ത്, അതുപോലെ എർത്തിന്റെ പാത്ത്. ആ 2 പാത്തുകൾ മീറ്റ് ചെയ്യുന്ന ആ 2 പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന രാഹു ആൻഡ് കേതു. ഓക്കെ, അപ്പം ആ പോയിന്റുകളിൽ വെച്ച് മാത്രമാണ് നമുക്ക് എന്ത് നടക്കുക? ഈ പറയുന്ന എക്ലിപ്സുകൾ നടക്കുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഈ രാഹു കേതു എന്നൊക്കെ പറയുന്നത് വളരെ ഒരു കോൺട്രവേഴ്സ്യലായ സമയങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലേ? നമ്മുടെ രാഹു പിടിക്കും, കേതു പിടിക്കും, അല്ലെങ്കിൽ അത് ഈ ജാതകം എന്നൊക്കെ പറയുന്ന സംഗതികളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന പേരുകളാണ് രാഹു കേതു ഒക്കെ. അപ്പൊ അതിനൊന്നും അങ്ങനത്തെ യാതൊരു ഭീകരമായ ആസ്പെക്റ്റുകളൊന്നും ഇല്ല. അതൊക്കെ ഈ പറയുന്ന എന്താ പറയാ, രണ്ട് ഓർബിറ്റുകളുടെ ഒരു മീറ്റിംഗ് പോയിന്റ്സ് എന്നുള്ള ഒരു സ്പേഷ്യൽ പോയിന്റിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? നമ്മൾ മൂണിനെ കുറിച്ചാണ് പറഞ്ഞത്. മൂണിനെ കുറിച്ച് പറഞ്ഞു, മൂണിന്റെ ഫേസസിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് വി ടോക്ട് അബൌട്ട് ദി ലൂണാർ എക്ലിപ്സ്. ഓക്കെ, സോ ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ഹോൾഡ്സ് ദ കീ ആൻഡ് ദാറ്റ്സ് വൈ ദർ ഇസ് നോ എക്ലിപ്സ് ഇൻ എവറി മന്ത്. ഓക്കെ, ആൻഡ് ദിസ് അബൌട്ട് ദി സോളാർ എക്ലിപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സണ്ണിനും എർത്തിനും ഇടയിൽ ഈ പറയുന്ന മൂൺ വന്നാൽ മൂൺ നേരിട്ട് സണ്ണിനെ മറയ്ക്കും എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, ഇത്രയും ഭാഗത്താണ് ശരിക്കും ഭൂമിയിൽ മൂണ് എർത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ പാർഷ്യൽ ആയിട്ടാണ് മറയ്ക്കുന്നുള്ളൂ. ഇവിടെയൊന്നും മറയ്ക്കുന്നതേ ഇല്ല. ഓക്കെ, സോ അറ്റ് സം പോയിന്റ് യു വിൽ ഹാവ് എ കംപ്ലീറ്റ് എക്ലിപ്സ്. At some point you have some partial eclipse, okay, and some point you don't have any eclipse. Okay, അപ്പോൾ ഈ എക്ലിപ്സ് ഇങ്ങനെ ഉണ്ടാവുമ്പം അതിന്റെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും സണ്ണും മൂണും ഒന്നും ഒരേ സൈസ് അല്ല, അല്ലേ? നിങ്ങൾക്കറിയാം, സൺ ഈസ് മച്ച് ലാർജർ. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മൂൺ ഉദിച്ചു വരുന്നത് കാണാൻ ഒരേ വലുപ്പമാണ്, സൺ ഉദിക്കുന്നതിനും ഒരേ വലുപ്പമായിട്ട് നമുക്ക് തോന്നുന്നു, അല്ലെ? അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി അപ്പാരന്റ് സൈസ്, അല്ലെ? അപ്പാരന്റ് സൈസ് എന്നാണ് നമ്മൾ പറയാം. ഒരു സാധനത്തിനെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ സാധനത്തിന് കാണുന്ന വലിപ്പം. ഓക്കെ, അതാണ് നമ്മുടെ അപ്പാരന്റ് സൈസ് എന്ന് പറയുന്നത്. ആ അപ്പാരന്റ് സൈസ് ഒന്നായത് കൊണ്ടാണ് നമുക്ക് ഈ എക്ലിപ്സുകൾ ഇത്ര ഭംഗിയായിട്ട് വരാനുള്ള ഒരു കാരണം. അതായത് വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സോളാർ എക്ലിപ്സിന് ലൂണാർ എക്ലിപ്സിനെ അപേക്ഷിച്ച് എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അല്ലേ? നമ്മളെപ്പോഴും സോളാർ എക്ലിപ്സിന്റെ സമയത്ത് പുറത്തേക്ക് പോകാൻ പാടില്ല, നോക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചിലരൊക്കെ പറയും, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് കൈൻഡ് ഓഫ് റേഡിയേഷൻ ഈസ്. അപ്പൊ എന്തൊക്കെ റേഡിയേഷൻ വരുന്നുണ്ട് എന്നാണ് നമ്മൾ സാധാരണ എപ്പോഴും അബദ്ധധാരണ എന്ന് വേണമെങ്കിൽ പറയാം, അതിനെ അബദ്ധധാരണയായിട്ട് പറയാം. എന്തോ ഒരു റേഡിയേഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, വാട്ട് കൈൻഡ് ഓഫ് റേഡിയേഷൻ കമ്മിങ് ഇൻ എക്സസ് അറ്റ് ദി ടൈം ഓഫ് എക്ലിപ്സ്. എക്ലിപ്സിന്റെ സമയത്ത് അധികമായിട്ട് വരുന്ന പ്രകാശരശ്മി ഏതാണ്? ഓക്കെ, ആൻഡ് ദ ആൻസർ ഈസ് നോ റേഡിയേഷൻ കമ്മിങ് ഇൻ എക്സസ്. ഒരു റേഡിയേഷനും അധികം വരുന്നില്ല എക്ലിപ്സ് ആണെന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ പിന്നെ എന്താണ്
ഈ എക്ലിപ്സിന്റെ പ്രശ്നം. എക്ലിപ്സ് ശരിക്കും നോക്കാമോ, കണ്ണുകൊണ്ട് നോക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് എക്ലിപ്സിനെ കുറിച്ച് പറയാം. അതായത് ശരിക്കും എക്ലിപ്സിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ നോക്കൂ, നമ്മുടെ സൂര്യൻ രാവിലെ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മൾ നേക്കഡ് ആയതുകൊണ്ട് സൂര്യനെ കാണാറുണ്ട് അല്ലെ, നമുക്ക് ആർക്കും ഒരു പ്രശ്നം തോന്നാറില്ല. അത് കഴിഞ്ഞിട്ട് സൂര്യൻ ഒരു 9 മണി 10 മണിക്ക് ആകുമ്പോൾ സൂര്യൻ നല്ല ബ്രൈറ്റ് ആയിട്ട് കിഴക്ക് ഭാഗത്ത് വരും. നമുക്ക് അതിനെ നോക്കാൻ പറ്റില്ല. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും, അല്ലെങ്കിൽ നല്ല ചൂട് കാരണം നമ്മൾ കണ്ണ് എടുക്കും അല്ലെ. അപ്പം സൂര്യനിൽ നിന്ന് നല്ല നല്ല രശ്മികൾ നല്ല ഇന്റൻസിറ്റിയോടുകൂടി വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഹീറ്റ് റേഡിയേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന ആരൊക്കെ ഉണ്ട്? അൾട്രാ വയലറ്റും അങ്ങനത്തെയുള്ള സ്പെക്ട്രത്തിലെ മറ്റ് റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഹീറ്റ് റേഡിയേഷൻസിന്റെ സെൻസ് കാരണം നമുക്ക് അത് സെൻസ് ചെയ്യാം. നമുക്ക് ആകെ സെൻസ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. ഈ അൾട്രാ വയലറ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻസ് ചെയ്യാൻ പറ്റില്ല കണ്ണിന്. അപ്പോ ഈ ഹീറ്റ് കാരണം നമുക്ക് കണ്ണ് നമ്മൾ വേഗം വലിക്കും അല്ലെ, നമ്മൾ വേഗം വലിക്കും. അതുകൊണ്ട് നമുക്ക് അധികം നേരം പ്രശ്നം വരുന്നില്ല. പക്ഷെ എക്ലിപ്സിന്റെ സമയത്ത്, എക്ലിപ്സ് വരുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് കട്ട് ഡൗൺ ആയിരിക്കും അതിന്റെ ഇന്റൻസിറ്റി. ഓക്കെ, അപ്പൊ ഈ ഹീറ്റ് റേഡിയേഷൻസ് ഒക്കെ പകർന്നും പോകും, അതിന് തണുത്തതായിട്ടും വരിക. പക്ഷെ ഈ പറയുന്ന ആരൊക്കെ ഉണ്ടാവും? അൾട്രാ വയലറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ അപ്പോഴും വരുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ കണ്ണിന് അറിയില്ല ഇവരൊന്നും വരുന്നുണ്ടെന്ന്. ഹീറ്റ് റേഡിയേഷൻ കൂടെ കൂടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ കണ്ണിനെ പെട്ടെന്ന് സെൻസ് ചെയ്തിട്ട് കണ്ണ് തന്നെ ഓഫ് ആയിക്കോളും. ഓക്കെ, പക്ഷേ ഈ പറയുന്ന that I have shown in some other maybe എഴുതിയിട്ടില്ല. അപ്പം ഈ വരുന്ന റേഡിയേഷൻസിൽ അൾട്രാ വയലറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സോളാർ എക്ലിപ്സ് നമ്മൾ നേക്കഡ് ആയി കൊണ്ട് കാണില്ല. വി വിൽ യൂസ് സം ഫിൽറ്റേഴ്സ്. ഈ പറയുന്ന അൾട്രാ വയലറ്റിനൊക്കെ ഫിൽട്ടർ ചെയ്യുന്ന ഗ്ലാസുകൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കാണുള്ളൂ, നമ്മൾ സോളാർ എക്ലിപ്സ് കാണുള്ളൂ. ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി സോളാർ എക്ലിപ്സിന്റെ മറ്റ് ഒരു ഭംഗിയുള്ള കാര്യം, അപ്പൊ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടോ പുറത്തിറങ്ങുന്നതുകൊണ്ടോ യാതൊരു പ്രശ്നവുമില്ല. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സോളാർ എക്ലിപ്സ് നേക്കഡ് ആയി കൊണ്ട് കാണരുത് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു, അത് ആ സമയത്ത് സണ്ണ് അധിക രശ്മികളൊന്നും പുറപ്പെടുവിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ കണ്ണിന് ഈ പറയുന്ന അൾട്രാ വയലറ്റിന്റെ സെൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ബട്ട് സ്റ്റിൽ അൾട്രാ വയലറ്റ് ആർ കമ്മിങ്. ഓക്കെ, നമ്മൾ സാധാരണ നട്ടുച്ചയ്ക്ക് നിങ്ങൾ 10 മിനിറ്റ് സൂര്യനെ നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണടിച്ചു പോകും, നിങ്ങൾക്ക് അറിയാം അല്ലെ. കാരണം നമുക്ക് കണ്ണ് നമ്മൾ അത്ര നോക്കിയിരിക്കില്ല. അതേ എഫക്ട് തന്നെയാണ് എക്ലിപ്സിന്റെ സമയത്ത് നിൽക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കണ്ണ് ചതിക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, ഈ എക്ലിപ്സിനെ പറ്റി പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാവുന്നതാണ്. അതായത് പിൻ ഹോൾ ക്യാമറ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. നിങ്ങൾ ഒരു പേപ്പറിൽ ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പിടിച്ച് സൺലൈറ്റിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഇമേജ് ഓഫ് സണ്ണിന്റെ ഇമേജ് കിട്ടും. ഓക്കെ, പക്ഷേ സാധാരണ സമയത്ത് സണ്ണിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഒരു വട്ടമാണല്ലോ, വട്ടത്തിലുള്ള ഇമേജ് കിട്ടും. നമ്മൾ ഓട്ടയും വട്ടമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഓട്ടയിലൂടെ വരുന്ന പ്രകാശം അത് തന്നെയാണല്ലോ ഈ വരുന്നത്, അതുകൊണ്ടാണ് ഇത് റൗണ്ട് ആവുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതേ സാധനത്തിന് എക്ലിപ്സിന്റെ അന്ന് നമുക്കൊരു ഉത്തരം കിട്ടും. എക്ലിപ്സിന്റെ അന്ന് നമ്മളൊരു റൗണ്ട് തന്നെ ഇടുന്നു നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇമേജ് ഈ ഇതുപോലത്തെ ചന്ദ്രക്കല പോലത്തെ ഇമേജ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ യു ഹാവ് ഒരു അരിപ്പ എടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഹോളുകളും ഇതുപോലെ സൂര്യന്റെ ഇമേജുകൾ കാണിക്കും. അപ്പൊ സൂര്യന്റെ ഇമേജ് വട്ടമല്ലാത്ത സമയത്ത് മാത്രമാണ് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, മാത്രമല്ല ഈ ഇലകളുടെ ഉള്ളിലൂടെയൊക്കെ വരുന്ന പ്രകാശങ്ങൾ അതൊക്കെയും സൂര്യന്റെ ഇമേജുകൾ ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ റിയലൈസ് ചെയ്യണം, സാധാരണ സമയത്ത് ഈ മരത്തിന്റെ ചോട്ടിലൊക്കെ ഉണ്ടാവുന്ന ലൈറ്റുകൾ എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? കുഞ്ഞു കുഞ്ഞു സൂര്യന്റെ ഇമേജുകളാണ്. ഓക്കെ, പക്ഷെ നമുക്ക് സാധാരണ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്താവണം, നമ്മൾ ഇതുപോലെ ഒരു എക്ലിപ്സിന്റെ അന്ന് പോയാലാണ് നമുക്ക് മനസ്സിലാവുക. അന്ന് സാധാരണ കാണുന്ന ഈ കുത്തുകുത്തുകളൊക്കെ നമുക്ക് അന്ന് എന്താവും, അന്ന് ഇതുപോലത്തെ സൂര്യന്റെ ഇമേജുകളായിട്ട് മാറും. ശരിക്കും എന്താണ്? സൂര്യന്റെ ഇമേജുകളാണ്. ഓക്കെ, so that is one beautiful thing regarding the eclipse, and I just want to tell you about the beauty of eclipses. Okay, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അതായത് ഈ ഡയമണ്ട് റിംഗ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഉണ്ടാവുന്നതിന് കാരണം ഈ പറയുന്ന സൈസ് ഓഫ് മൂണും അപ്പാരന്റ് സൈസ് ഓഫ് മൂണും അപ്പാരന്റ് സൈസ് ഓഫ് സണ്ണും ഇവിടെ നോക്കുന്ന സമയത്തുള്ള അപ്പാരന്റ് സൈസുകൾ ഒരേപോലെ ആവുന്നതാണ്. ഓക്കെ, നിങ്ങൾ നോക്കൂ, മറ്റൊരു ഗ്രഹത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയൊന്നും ഭംഗിയുള്ള എക്ലിപ്സ് കാണാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മൾ ചന്ദ്രനിലാണ് പോയി നോക്കിയാൽ, ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന എക്ലിപ്സ് എന്തൊക്കെയാണ്? ഒന്നുകിൽ സൂര്യഗ്രഹണം ഉണ്ടാവും, പിന്നെ ഒന്ന് ഭൂമിയുടെ ഗ്രഹണമാണ് അവിടെ ഉണ്ടാവുക അല്ലെ.
some we call it geo eclipse. Okay, but that will not be much beautiful because sun മൂണിൽ നിന്ന് നോക്കുന്ന സമയത്ത് എർത്ത് ഒരു വലിയ ഒബ്ജക്റ്റും സണ്ണ് നമ്മളിപ്പോ ഇപ്പൊ കാണുന്ന പോലെ തന്നെ ആയിരിക്കും. കാരണം എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ദൂരം ഏകദേശം തന്നെയാണ് മൂണിൽ നിന്ന് സണ്ണിലേക്കുള്ള ദൂരം. അതുകൊണ്ട് സണ്ണിന്റെ വലുപ്പത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എർത്ത് ഭയങ്കര വലുതായിരിക്കും. അപ്പൊ ഈ ഭയങ്കര വലുതും ചെറുതും ആകുമ്പോൾ ഈ എക്ലിപ്സുകൾക്കൊന്നും ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, so actually the apparent size are very perfect and we are living in a very wonderful planet so that we can enjoy these kinds of beauty of the eclipses. Okay, അപ്പോൾ നമ്മൾ എക്ലിപ്സുകളെ പറ്റി പറഞ്ഞു, സണ്ണിനെ പറ്റി പറഞ്ഞു, എക്ലിപ്സിനെ പറ്റി പറഞ്ഞു, ഫേസസിനെ പറ്റി പറഞ്ഞു, ആൻഡ് വിൽ ഗോ ടു പ്ലാനറ്റ്സിലേക്ക് പോവാം. അപ്പോൾ പ്ലാനറ്റ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വളരെ വിസിബിൾ ആവുന്ന കുറച്ച് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഈ വരച്ച 3 എണ്ണം ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള 3 പ്ലാനറ്റുകളാണ്. ഓക്കെ, മെർക്കുറി, മാർസ്, ഓക്കെ, മെർക്കുറി, വീനസ് ആൻഡ് മാർസ്. Okay, okay. Of course, Mars is not. Mars is away from this. Okay. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഇങ്ങനെയാണ്: മെർക്കുറി, വീനസ്, മാർസ്, എർത്ത് ആൻഡ് മാർസ്, അല്ലേ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, അങ്ങനെയാണ് ഓർഡർ. ഓക്കെ, സോ ദ വീനസ് കം ഹിയർ. ഓക്കെ, അപ്പൊ എർത്തിനും സണ്ണിനും ഇടയിലുള്ള 2 പ്ലാനറ്റ്സ്, അതിലൊന്ന് മെർക്കുറിയാണ്, മറ്റേത് പറയുന്ന വീനസ് ആണ്. ഇതല്ല, വീനസ്. ഓക്കെ, ഈ മെർക്കുറിയും വീനസിനും ചന്ദ്രന് ഉണ്ടാവുന്നത് പോലെയുള്ള വാക്സിംഗ് വെയിനിങ് ഉണ്ട്. ചന്ദ്രന് ഉണ്ടാവുന്ന പോലെയുള്ള വാക്സിംഗ് വെയിനിങ് ഉണ്ട്. ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പല പല സമയങ്ങളിൽ എടുത്ത വീനസിന്റെ ചിത്രമാണ്. ദിസ് ഇസ് നോട്ട് മൂൺ, ദിസ് ഇസ് ദി പിക്ചർ ഓഫ് വീനസ്. ഓക്കെ, വീനസിന് ഇതുപോലത്തെ ക്രസന്റുകൾ ഉണ്ട്, ഇതുപോലത്തെ ഫുൾ മൂണുകൾ ഉണ്ട്, അല്ലെ? ഇതുപോലത്തെ ഫുൾ ഫിഗറുകൾ ഉണ്ട്, ഇതുപോലത്തെ വെരി വെരി സ്മോൾ ഉണ്ട്, ഹാഫ് ഉണ്ട്, എവരിതിങ്. ഓക്കെ, അപ്പം എർത്തിനും സണ്ണിനും ഇടയിലുള്ളവർക്ക് എല്ലാവർക്കും, ഈവൻ ഫോർ ഇറ്റ്സ് ഫോർ മെർക്കുറി ആൾസോ. ഓക്കെ, പക്ഷെ മെർക്കുറിയുടെ നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബിക്കോസ് മെർക്കുറി ഈസ് വെരി സ്മോൾ ആൻഡ് മച്ച് ക്ലോസർ ടു സൺ. ഓക്കെ, അപ്പം ഇതില് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്, ടെലസ്കോപ്പ് കൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നത്, വീനസിനെ നോക്കിക്കഴിഞ്ഞാൽ വീനസ് ഒരു ഫുൾ സർക്കിൾ അല്ല, അത് പല ഷേപ്പിലാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അത് ഈ 6 ഇഞ്ച് ടെലസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ ഇതാണ് ഈ പറഞ്ഞത്. അതായത് ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുന്ന ഇങ്ങനത്തെ പ്ലാനറ്റുകൾക്കൊക്കെയും ആരുണ്ടാവും? ഈ പറയുന്ന ഫുൾ മൂൺ, ഫുൾ പ്ലാനറ്റ് വേർഷൻ ആൻഡ് നൾ പ്ലാനറ്റ് വേർഷൻ ആൻഡ് സബ്ക്രസൻസ് എന്നുള്ള വേർഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതും കൂടെ നമ്മൾ മനസ്സിലാക്കി. സോ ദെൻ നൗ കംസ് 2 ബ്യൂട്ടിഫുൾ പ്ലാനറ്റ്സ്. വൺ ഇസ് സാറ്റേൺ ആൻഡ് അനദർ വൺ ഇസ് ജൂപ്പിറ്റർ. ഓക്കെ, ഇപ്പൊ സാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. സാറ്റേണിന് എന്തുണ്ട്? സാറ്റേൺ ഇറ്റ് ഹാവ് റിങ്സ്. സാറ്റേണിന് റിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ റിങ്സിനെ കാണാം. അതുപോലെ സാറ്റേണിന് ആരുണ്ടാവും? സാറ്റലൈറ്റ്സ് ഉണ്ടാവും, സാറ്റലൈറ്റ്സിനെ കാണാം. ഓക്കെ, ജൂപ്പിറ്ററിന് നോക്കിയില്ല. ജൂപ്പിറ്ററിന് ആരുണ്ട്? ഈ പറയുന്ന പ്ലാനറ്റ്സ് ഉണ്ട്. ഗാനിമേഡ്, യൂറോപ്പ, കാലിസ്റ്റോ എന്ന് പറയുന്ന 4 പ്രശസ്തരായിട്ടുള്ള സാറ്റലൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സാറ്റലൈറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ടെലസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പം ഗലീലിയോ ഒക്കെ ചെയ്ത സമയത്ത് നോക്കുമ്പോൾ ഇവിടെ പ്ലാനറ്റ് ഇരിക്കുന്നു, അല്ലെ? ഇവിടെ ഇങ്ങനെ യു ക്യാൻ സീ ദി സാറ്റലൈറ്റ്സ്. ഓക്കെ, സോ ദിസ് വിൽ ബി ട്രാവലിംഗ് ഇൻ ദിസ് ഡിറക്ഷൻ, ടു ആൻഡ് ഫ്രോ, ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. ഓക്കെ, ഇതിങ്ങനെ വട്ടത്തിൽ പോകുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇങ്ങനെ ഒരു ലൈനിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ടാണ് ഇതിനെ കൃത്യമായി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുക. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ബിക്കോസ് ആക്ച്വലി ഇത് എന്തെല്ലാം വർക്ക് ചെയ്യുന്നത്? ഒരു സർക്കിൾ, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പോകുന്നത്. പക്ഷെ നമ്മൾ അതിനെ നോക്കുന്നത് അതിന്റെ എഡ്ജിലൂടെയാണ് നോക്കുന്നത്. ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സാധനത്തിന്റെ എഡ്ജ് കൂടെ നോക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെ കാണാം? ഇതൊരു ലൈൻ ആയിട്ടാണ്, 1 ഡയമെൻഷണൽ മോഷൻ ആയിട്ടാണ് കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള മൂവ്മെന്റ്സിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് മനസ്സിലായത്? ഈ പറയുന്ന പ്ലാനറ്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഓക്കെ, നിങ്ങൾ നോക്കൂ, അത് ആ സാധനം നോക്കുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഈ പ്ലാനറ്റ് ഇതിന്റെ മുകളിലൂടെ പോകും, അല്ലെ? ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ പ്ലാനറ്റ് അതിന്റെ പുറകിലൂടെ ആയിരിക്കും വരിക. ഓക്കെ, ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലൂടെ പോകുന്നതിന് നമ്മൾ വിളിക്കുക ട്രാൻസിറ്റ് എന്നാണ്. ട്രാൻസിറ്റ്. ഓക്കെ,
പുറകിലൂടെ പോകുന്ന പോർഷൻ നമ്മൾ ഒക്കൽട്ടേഷൻ എന്ന് വിളിക്കും. സോ യു ഹാവ് എ ട്രാൻസിറ്റ് ആൻഡ് ഒക്കൽട്ടേഷൻ. ട്രാൻസിറ്റും ഉണ്ട്, ഒക്കൽട്ടേഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് ട്രാൻസിറ്റിനെ ഒക്കൽട്ടേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ട്രാൻസിറ്റ് ആൻഡ് ഒക്കൽട്ടേഷൻ. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ഇത് സണ്ണാണ്. സണ്ണിന്റെ ഫ്രണ്ടിലൂടെ ആരാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത്? മെർക്കുറിയുടെ ട്രാൻസിറ്റ് ആണ്. മെർക്കുറി അല്ല, വീനസിന്റെ ട്രാൻസിറ്റ് ആണ്. ട്രാൻസിറ്റ് ഓഫ് വീനസ്. വീനസോ മെർക്കുറിയോ ട്രാൻസിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എർത്തും ട്രാൻസിറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എർത്തിന്റെ ട്രാൻസിറ്റ് കാണണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ട്രാൻസിറ്റിന്റെ സമയത്ത് നമ്മളത് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഒരു ഫെസ്റ്റിവൽ ആയിട്ട് ആസ്ട്രോഫിസിക്സുകാര് ചെയ്യുന്നതാണ്. എക്ലിപ്സുകളൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇതുപോലത്തെ ട്രാൻസിറ്റ് ഓഫ് വീനസ് പണ്ടുണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ അടുത്തുണ്ടായിരുന്നു. അത് നമുക്ക് ഇതേപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ട്രാൻസിറ്റ് ഓഫ് വീനസ്. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും ആ വീനസിനെ സണ്ണിന്റെ സർഫസിൽ ഇങ്ങനെ സ്പോട്ട് ചെയ്യാം. സണ്ണിന്റെ സർഫസിൽ ഓൾറെഡി കുറെ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു, നമ്മൾ സൺ സ്പോട്സ് എന്നാണ് വിളിക്കുക. And that is because of the magnetic field there, and it's a low temperature region because of the magnetic field fluctuations. Okay, അപ്പം അതില് കൂടെ നമുക്ക് ആ പ്ലാനറ്റ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിന്റെ ട്രാൻസിറ്റിൽ അതിന്റെ വലുപ്പം ഒക്കെ നമുക്ക് ഫോട്ടോ എടുത്തിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി വേറൊരു പരിപാടി എന്ന് പറയുന്നത് ഒക്കൽട്ടേഷൻ ആണ്. ഒക്കൽട്ടേഷൻ, ഓക്കെ, ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒക്കൽട്ടേഷനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഒക്കൽട്ട് ചെയ്യുന്നത് മൂണാണ് ഇവിടെ ഇരിക്കുന്നത്. ഒക്കൽട്ടേഷൻ നടക്കുന്നത് വീനസിനാണ്. ഓക്കെ, നോക്കൂ, അന്ന് മൂണ് നൾ മൂണാണ്, അമാവാസിയാണ്. ഓക്കെ, അമാവാസിയാവുന്ന പ്രത്യേകത മൂണും സണ്ണും ഏകദേശം ഒപ്പായിരിക്കും ഉദിക്കുക അസ്തമിക്കുക ചെയ്യാം അമാവാസിയിലാണ്, അല്ലെ? കാരണം എന്താണ്, നിങ്ങൾ ഇവിടുത്തെ ഏതോ ഒരു ചിത്രത്തിൽ വേണ്ട, പൗർണമിയുടെ അന്നാണെങ്കിൽ ഉദിക്കുമ്പോഴായിരിക്കും, സൂര്യൻ ഉദിക്കുമ്പോഴായിരിക്കും അസ്തമി. കാരണം പൗർണമിയുടെ അന്ന് ഇത് ഫുള്ള് ലൈറ്റഡ് അപ്പ് ആവുന്ന രീതിയിലായിരിക്കും വരിക. എങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, അപ്പം ഈ പറയുന്ന നൾ മൂണിന്റെ അന്ന് സണ്ണും മൂണും ഒരേ സമയത്ത് കൂടെ ഇങ്ങനെ പോവാം. ഓക്കെ, ഒരു ഉച്ച സമയത്ത് നമുക്ക് മൂണിനെ കാണാൻ പറ്റില്ല. ഒന്നാമത് ലൈറ്റ് കൊണ്ട് കാണാൻ പറ്റില്ല, പിന്നെ മൂണില്ല, നൾ മൂണാണ് അവിടെ. പക്ഷെ മൂൺ ആക്ച്വലി അവിടെ ഉണ്ട്, ബട്ട് വി കനോട്ട് സീ ദാറ്റ് ബിക്കോസ് ദർ ഇസ് നോ ലൈറ്റഡ് പാർട്ട് ഈസ് ഷോയിങ്. ആ സമയത്ത് നമ്മൾ വീനസിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെക്കാം. വീനസ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് വീനസ്. ഓക്കെ, മൂൺ കഴിഞ്ഞാൽ ഏറ്റവും വീനസ്. നട്ടുച്ചയ്ക്ക് നിങ്ങൾ എക്സാക്ട്ലി ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? ഈ പറയുന്ന വീനസിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ വീനസിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ വീനസ് ഇങ്ങനെ നോക്കി, വീനസ് ഇങ്ങനെ മൂണിന്റെ പുറകിലൂടെ പോകുന്ന സമയത്ത് മൂൺ ആക്ച്വലി അവിടെ ഉണ്ട്, നമുക്ക് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം വീനസ് ഇവിടെയൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് വീനസ് കുറച്ചു നേരം ഭാഗത്ത് ആരുണ്ട്, അവിടെ മൂണുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസിറ്റിനും ഒക്കൽട്ടേഷനും ഒക്കെ നമുക്ക് ഫിസിക്സിന് നമുക്ക് കിട്ടാവുന്ന അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ മൂണുണ്ട്, മൂണിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദീസ് ആർ ഓൾ ബ്യൂട്ടിഫുൾ ഇവന്റ്സ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് സ്കൈ വാച്ച് ഈവൻ വിത്തൗട്ട് എ ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് ഇല്ലാതെ തന്നെ കാര്യമായി നടക്കുന്ന ഒന്നാണ്. ഓക്കെ, സോ ഐ ഹാവ് റിട്ടൺ വീനസ് സോ ബ്രൈറ്റ് ദാറ്റ് വി കുഡ് സീ ഈവൻ ഇൻ ദ നൂൺ ടൈം. ഉച്ചയ്ക്ക് പോലും നമുക്ക് ആരെ കണ്ടുപിടിക്കാം? വീനസിനെ കാണാം. അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ആരെ കുറിച്ചാണ്? സ്റ്റാറുകളെ കുറിച്ചാണ്. ഓക്കെ, സ്റ്റാറുകളുടെ ഗ്രൂപ്പുകൾ നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്ന് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നതും മറ്റൊന്ന് ഗാലക്സീസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന സ്റ്റാറുകളെയൊക്കെ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വട്ടം വരച്ച് സൂക്ഷിക്കുന്നതാണ് കോൺസ്റ്റലേഷൻ. ഓക്കെ, സോ കോൺസ്റ്റലേഷൻ ഈസ് അബ്സല്യൂട്ട്ലി എർത്ത് ബേസ്ഡ് കാറ്റഗറൈസേഷൻ. എർത്തിലാണ് കോൺസ്റ്റലേഷൻ ഉള്ളത്. എർത്ത് നോക്കുമ്പോഴാണ്, വേറൊരു സ്ഥലത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആവണമെന്നില്ല. ബട്ട് ഗാലക്സീസ് ആർ മോർ പ്രൊഫൗണ്ട് ആൻഡ് ഫണ്ടമെന്റൽ ആൻഡ് ആസ്ട്രോഫിസിക്കലി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഗ്രൂപ്പിംഗ് ഓഫ് സ്റ്റാർസ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയുടെ പാർട്ടാണ്, അല്ലെ? നിങ്ങൾക്ക് ശരിക്കും മൂണില്ലാത്ത ദിവസം ഈ മിൽക്കി വേ കാണാൻ തന്നെ പറ്റും. ഓക്കെ, അതായത് ഇപ്പൊ മൂണുണ്ട്, ഈ മാസം കൂടെ കഴിയുന്ന സമയത്ത് കുറച്ചും കൂടെയും ഒരു രാത്രി 8, 9, 10 മണിയാവുന്ന സമയത്ത് തെക്കേ ആകാശത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് വൃശ്ചിക രാശി കാണാം. സ്കോർപിയോൺ എന്ന് പറയുന്ന വൃശ്ചിക രാശി കാണാം.
ശരിക്കും ഒരു തേളിനെ പോലെ ഇരിക്കുന്ന ഒരു വൃശ്ചിക രാശി, അതൊരു കോൺസ്റ്റലേഷനാണ്. ഓക്കെ, അതിന്റെ വശത്തായിട്ട് നിങ്ങൾക്ക് ഒരു പാച്ച് ഓഫ് ലൈറ്റ് വിച്ച് ഇസ് ഇൻ ദിസ് ഡിറക്ഷൻ, നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ ഒരു പാച്ച് ഓഫ് ലൈറ്റ് കാണാം. അത് ആക്ച്വലി നമ്മുടെ മിൽക്കി വേയുടെ ഒരു പാർട്ടാണ്. വി ആർ ആക്ച്വലി ഇൻ ദ മിൽക്കി വേ ആൻഡ് വി ആർ സീയിങ് ദ പാർട്ട് ഓഫ് മിൽക്കി വേ. ഓക്കെ, അവർ പറയുന്നത് ഒന്ന് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന നമ്മൾ ഉണ്ടാക്കിയ ഗ്രൂപ്പിംഗ്, മറ്റൊന്ന് ഗാലക്സി എന്ന് പറയുന്ന കുറച്ചും കൂടെ ആസ്ട്രോഫിസിക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പിംഗ്. എന്താണ് കോൺസ്റ്റലേഷൻ അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ ടോക്ക്. തിരുവാതിര അവിടെ വേറൊരു സാധനം അമ്പൊക്കെ അയക്കുന്ന ഒരാളെ തോന്നും. ഓക്കെ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ഓറിയോൺ എന്നാണ്. ഓറിയോൺ വളരെ കോൺസ്പിക്യൂസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റലേഷൻ ആണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള കോൺസ്റ്റലേഷൻ ആണ്, എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസ്റ്റലേഷൻ ആണ് ഓറിയോൺ. ഓക്കെ, ഓറിയോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ. ഓറിയോൺ ഇതുപോലെ ഇരിക്കും. ഓക്കെ, അതിലെ ഏറ്റവും ഐഡന്റിഫൈ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് 3 നക്ഷത്രങ്ങൾ ഒരേപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് പല പല കഥകളുണ്ട്. നമ്മളിപ്പം ഈ ഹിന്ദു ഇന്ത്യൻ കഥകളിൽ അത് പലതായിരിക്കും, ഗ്രീക്ക് കഥകളിൽ അത് വേറെ വേട്ടക്കാരനായിരിക്കും, പല പല രാജ്യങ്ങളിൽ പല പല കഥകൾ. കാരണം അവരൊക്കെ കാണുന്ന ആകാശം ഒന്ന് തന്നെയാണ്, ബട്ട് their historical stories are different, so they are making some other different stories along with that. അതിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ് ബെറ്റൽഗ്യൂസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ. ബെറ്റൽഗ്യൂസ് എന്നുള്ളതിന്റെ മലയാള പേര് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പേര് തിരുവാതിര എന്നാണ്. തിരുവാതിര നിങ്ങൾക്ക് എല്ലാവർക്കും ജനിച്ച നക്ഷത്രങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. തിരുവാതിര നക്ഷത്രമുള്ളവർ ഇതിലുണ്ടാവാം. ഓക്കെ, സോ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം ഒരു റെഡ് ജെയിന്റ് എന്ന് പറയുന്നത് ഒരു നക്ഷത്ര ഗണത്തിൽപ്പെട്ടതാണ്. സാധാരണ നക്ഷത്രങ്ങൾക്ക് ജനനം മരണമൊക്കെ ഉണ്ട്. നക്ഷത്രങ്ങൾ ജനിച്ചു മെയിൻ സീക്വൻസിലൊക്കെ വന്ന് കുറെ കാലം റേഡിയേഷൻ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഫേസുകളിലേക്ക് പോകും. അതിന്റെ അങ്ങനത്തെ ഒരു ഫേസ് ആണ് നമ്മൾ ഈ പറയുന്ന റെഡ് ജെയിന്റ്. അങ്ങനത്തെ ഒത്തരത്തിലുള്ള ഒരു നക്ഷത്രമാണ് ബെറ്റൽഗ്യൂസ്. ഓക്കെ, മറ്റു നക്ഷത്രങ്ങൾക്കൊക്കെ പേരുണ്ട്. അത് ദേ ആർ നോട്ട് ഇൻ ദി മേ ബി ഇൻ ദി യങ് ഏജ് ആൻഡ് ഓൾ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അതിന്റെ ചിത്രങ്ങൾ. ഇങ്ങനെയൊക്കെ ഇപ്പം ഇതാണ് ആക്ച്വലി ഉള്ളൂ കേട്ടോ. ഇത്രയാണ് ആക്ച്വൽ ഫിഗർ. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വേട്ടക്കാരനെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ദിസ് ഇസ് എ ലിറ്റിൽ ബിറ്റ് എക്സാജറേറ്റഡ് ഫിഗേഴ്സ്. ഓക്കെ ആണ്, ബട്ട് സ്റ്റിൽ വി ആർ യൂസിങ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇത് ശരിക്കും എന്താണ് ഈ കോൺസ്റ്റലേഷൻ കൊണ്ട് എന്തെങ്കിലും അർത്ഥമാക്കുന്നുണ്ടോ നോക്കി കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് ഈ ഓരോ നക്ഷത്രങ്ങൾ, ഈ നക്ഷത്രങ്ങളൊക്കെ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഓറിയോൺ എന്ന് പറയുന്ന ആ കുറെ നക്ഷത്രങ്ങൾ പറഞ്ഞില്ലേ, എത്രണ്ട്? 1 2 3 4 5 6 7 8 8ഓളം നക്ഷത്രങ്ങളുണ്ട്. ആ 8ഓളം നക്ഷത്രങ്ങളുടെ 7 കൊടുത്തിട്ടുള്ളത് 1 2 3 4 5 6 7 അവർക്ക് ഇവിടെ നിന്നുള്ള ദൂരങ്ങളാണ്. ഓക്കെ, നോക്കൂ, ബെറ്റൽഗ്യൂസിന് ഇവിടെ നിന്ന് 643 ലൈറ്റ് ഇയേഴ്സ് ആണ്. ഇവ 643 ലൈറ്റ് ഇയേഴ്സ്. എന്താ ഇതിന്റെ അർത്ഥം? പ്രകാശത്തിന്റെ സ്പീഡ് ആണ് ലൈറ്റ് ഇയർ അല്ലെ? പ്രകാശം പോകുന്ന വേഗതയിൽ പോയാൽ കിട്ടുന്ന ദൂരം. പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു ലൈറ്റ് ഇയർ. ഓക്കെ, അപ്പൊ 643 ലൈറ്റ് ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 643 വർഷം മുൻപ് വന്ന ലൈറ്റ് ആണ് ഇപ്പൊ ഇവിടെ എത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ലൈറ്റ് 640, ലൈറ്റിന്റെ വേഗത എത്രയാണ്? ലൈറ്റ് 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഒരു കൊല്ലം എത്രയായിരിക്കും? 643 കൊല്ലം എത്രയായിരിക്കും? 643 കൊല്ലം ലൈറ്റ് പോയാൽ ഉണ്ടാവുന്ന ദൂരം അത്രയും അകലെയാണ് ആര്? ബെറ്റൽഗ്യൂസ് ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കും, നമ്മളൊരു സാധനത്തിനെ കാണുമ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ ബെറ്റൽഗ്യൂസ് ഇപ്പൊ കാണുമ്പോൾ നമ്മൾ അതിനെ കാണുമ്പോൾ ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം ദാറ്റ്. ആ ലൈറ്റ് 643 വർഷം മുൻപ് പോകുന്നതാണ് അവിടുന്ന്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോ കാണുന്ന ബെറ്റൽഗ്യൂസ് എന്ന് പറയുന്നത് എപ്പോഴത്തെയാണ്? 643 വർഷം മുൻപത്തെയാണ്. അതായത് 1400-കളിലെ ബെറ്റൽഗ്യൂസിനെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്, സപ്പോസ് ബെറ്റൽഗ്യൂസ് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ഭൂമിയിലെ 1400-കൾ 1500-കളൊക്കെയാണ് ആ വർഷം ആണ് ബെറ്റൽഗ്യൂസ് കാണുക. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദി മൊമെന്റ് ബിക്കോസ് യു കനോട്ട് ട്രാവൽ ടു ബെറ്റൽഗ്യൂസ് ഇൻ ദി മൊമെന്റ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള നോക്കൂ, ചിലത് 860 പ്രകാശ വർഷം അകലെയാണ്, ചിലത് 250 ഉള്ളൂ, ചിലത് 1200 ആണ്, ചിലത് 2000 ആണ്, 1250 ആണ്, 150 എക്സെട്രാ എക്സെട്രാ. ഓക്കെ, അപ്പൊ ഇവരൊക്കെ പരസ്പരം ഒന്നും അടുത്തൊന്നുമല്ല, ഭയങ്കര ദൂരത്താണ് അല്ലെ? നോക്കൂ, 643 ബെറ്റൽഗ്യൂസിൽ നിന്ന് ബെല്ലാട്രിക്സിലേക്ക് പോവാൻ അല്ലെങ്കിൽ മിന്റാക്കിലേക്ക് പോവാൻ വീണ്ടും ഒരു 600 പ്രകാശ വർഷം കൂടെ പോകണം. ഇവർക്കൊന്നും പരസ്പരം അറിയില്ല ഇവരൊരു കോൺസ്റ്റലേഷനിലൊക്കെ ആണെന്നൊന്നും അറിയുന്നില്ല. ഓക്കെ,
നമ്മളാണ് ഇവരെല്ലാവരും കൂടെ പിടിച്ചെന്തുന്നത് കോൺസ്റ്റലേഷനിലും രാശി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും രാശിയാണ് ഈ പറയുന്ന കോൺസ്റ്റലേഷൻ, അതിനൊന്നും ഫിസിക്സ് ആയിട്ട് അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് ആയിട്ട് യാതൊരു പ്രസക്തിയില്ല, മനുഷ്യന്റെ ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ജാതകമൊക്കെ എഴുതിയിട്ട് നമ്മൾ പറയും അത് ആ ചൊവ്വയിലാണ്, അത് ആ രാശിയിലാണ്, ഈ രാശിയിലാണ്, അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം, അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ശരിക്കും പറഞ്ഞാൽ മനുഷ്യനില്ല. ഓക്കെ, അതൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സ്യൂഡോ സയൻസുകളാണ്. ഓക്കെ, ശരിക്കുള്ള ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നിന്റെ പൊസിഷൻ എവിടെയാണ് അത് വെച്ചിട്ട് നമുക്കൊരു കലണ്ടർ പോലെ പ്രിപ്പയർ ചെയ്യാൻ മാത്രമാണ് പറ്റുക. അത് വെച്ചിട്ട് നമ്മുടെ മനുഷ്യന്റെ ഭാവി പ്രവചിക്കാനൊന്നും ഇവയെ കൊണ്ടൊന്നും പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദേ ആർ ഓൾ സ്യൂഡോ സയൻസ് ആൻഡ് യു ഷുഡ് ബി അവെയർ ഓഫ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, ഇനി നമ്മുടെ ആക്ച്വൽ ഗാലക്സിയിലേക്ക് പോവുകയാണെങ്കിൽ പലതരം ഗാലക്സികളുണ്ട്. സ്പൈറൽ ഗാലക്സി ഉണ്ട്, എലിപ്റ്റിക്കൽ ഗാലക്സി ഉണ്ട്, ആൻഡ് സോ ഉണ്ട്. ഇത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എടുത്തൊരു പിക്ചറാണ്. ഇതിൽ കാണുന്ന ഓരോ ഡോട്ടും സ്റ്റാറുകളല്ല, ഗാലക്സികളാണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അങ്ങനത്തെ ഒരു ഗാലക്സിയുടെ എത്രയോ നക്ഷത്രങ്ങൾ ഉണ്ടാവും. എത്രയോ നക്ഷത്രങ്ങളിൽ എത്രയോ പ്ലാനറ്റ്സുകൾ ഉണ്ടാവും. എത്രയോ പ്ലാനറ്റ്സിൽ ഒരു പ്ലാനറ്റ് പോലെയാണ് എർത്ത്. സോ കമ്പയറിംഗ് ടു ദി സൈസ് ഓഫ് ദി യൂണിവേഴ്സ്, നമ്മളെന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, നമുക്ക് അറിയാനുള്ള യൂണിവേഴ്സ് ഒരുപാട് വലുതാണ്. നമുക്ക് ബൈ സ്കൈ വാച്ചിങ് വെരി വൈഡ് ക്യാൻവാസ് ഇസ് ആക്ച്വലി ഓപ്പൺ ടു യു. നമുക്ക് തുറന്നു വെച്ചിട്ടുള്ളത് വലിയൊരു ക്യാൻവാസ് ആണ് നമ്മുടെ മുന്നിൽ കാണാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, സോ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനത്തെ ഈ ഗാലക്സിയുടെ കഴിയുന്നില്ല, ഗാലക്സികളുടെ ക്ലസ്റ്ററുകൾ ഉണ്ട്, അതിന് നമ്മൾ സൂപ്പർ ഗാലക്ടിക് ക്ലസ്റ്റർ എന്നൊക്കെ വിളിക്കും, കുറെ ഗാലക്സി ചേർന്ന കൂട്ടം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഗാലക്സി ഒരു 2-3 വർഷം മുൻപ് നമ്മൾ ഒരു ഇന്ത്യൻ സയന്റിസ്റ്റുകളുടെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചിരുന്നു. അതില് ഒരു ഗാലക്സിയുടെ പേര് സരസ്വതി എന്നാണ് നമ്മൾ ആ ഗാലക്സിക്ക് പേരിട്ടത്. ഓക്കെ, അതിന്റെ ആ സംഘത്തിൽ ഡോക്ടർ ജോ ജേക്കബ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് കേരളയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ജോ മാഷ് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഇൻവെൻഷനിൽ ഇവരുടെ കൂടെ പേരുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സൂപ്പർ ഗാലക്ടിക് ക്ലസ്റ്ററുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ യൂണിവേഴ്സ് ഇങ്ങനെ വലുതായി പോകുന്ന ഒരു സ്കെയിലുകളാണുള്ളത്. നമ്മൾ വി ആർ വെരി സ്മോൾ ഇൻ ദാറ്റ്. ഓക്കെ, ഓക്കെ, ഇത് അവസാനമായിട്ട് ഇതിന്റെ ഒരു സ്റ്റെല്ലാർ സ്ട്രക്ചർ കൂടെ ഞാൻ പറയുന്നുണ്ട്. സ്റ്റാറുകൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു റെഡ് ജെയിന്റ് ആവും, അത് നെബുല ആവും, വൈറ്റ് ഡ്വാർഫ് ആവാൻ സാധ്യതയുണ്ട്. ചിലത് റെഡ് സൂപ്പർ ജെയിന്റ് ആവും, സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടത്തും, ചിലപ്പോൾ ന്യൂട്രോൺ സ്റ്റാറിലേക്ക് പോകും, ചിലപ്പോൾ അത് ബ്ലാക്ക് ഹോൾ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്ലാക്ക് ഹോൾ, സൂപ്പർനോവ, ന്യൂട്രോൺ സ്റ്റാർ എന്നൊക്കെ. ഇതൊക്കെ സ്റ്റാറുകളുടെ പല പല എവല്യൂഷനുകളിൽ ഉണ്ടാവുന്ന ഓരോരോ രൂപങ്ങളാണ്. ഓക്കെ, ഇതാണ് ഏകദേശ ഒരു വെർച്വൽ സ്കൈ വാച്ച്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട്, നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഇത് എൻ്റെ കോളേജിൽ ഇതുപോലെ ഒരു സ്കൈ വാച്ച്, നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ആ ടെലസ്കോപ്പ് കൊണ്ട് നമ്മളൊരു സ്കൈ വാച്ച് നടത്തിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ മൂണിന്റെ ക്രേറ്ററുകൾ കാണാം, പ്ലാനറ്റ്സുകളെ കാണാം, അതിന്റെ സാറ്റലൈറ്റ്സിനെ കാണാം. ഓക്കെ, ഈ പറഞ്ഞ ഓറിയോൺ എന്ന് പറയുന്ന നമ്മളൊരു കോൺസ്റ്റലേഷൻ കാണിച്ചില്ലേ, ആ ഓറിയോണിന്റെ അടുത്ത് ഒരു നെബുല ഉണ്ട്. നെബുല എന്ന് വെച്ചാൽ ഈ സ്റ്റാറുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. പാട പോലെ കാണാം, അത് കാണാം. ഓക്കെ, ആൻഡ് ദിസ് വാസ് അവർ ടീം. സാറാണ് ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നത്. സാറ് ഒരു 3 വർഷം മുൻപ് നമ്മളെ വിട്ടുപോയി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ റിസർച്ച് ടീം ഇൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആൻഡ് വി ഫോം ദിസ് ആസ്ട്രോണമി സൊസൈറ്റി ഓഫ് കേരള. ഓക്കെ, സോ തൽക്കാലം ഞാനിപ്പം നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓപ്പൺ ടു ക്വസ്റ്റ്യൻസ്. നിർത്തട്ടെ സാർ? Thank you, Dr. Saranath. That was a really helpful session, and it was really wonderful to have you here. Okay. And I welcome Mr. Shabir from third year chemistry, Marcus College of Arts and Science, for a vote of thanks. Hello, audible? Yes, Shabir. ബഹുമാനപ്പെട്ട പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കൾ, എനിക്ക് ഓർമ്മ വന്നത് ഭൗതിക ശാസ്ത്രജ്ഞനായ 2 വരികളാണ്. ഒരേ തലത്തിൽ ഒരേ ദിശയിൽ കറങ്ങുകയാണ് എന്ന ജപ്പിമാരുടെ വരികളാണ്. സംഘമറിയാണ് നമ്മുടെ പ്രപഞ്ചം തന്നെ. പ്രപഞ്ചത്തിൽ ചെറിയൊരു ഒരു
ഗാലക്സി നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സീരീസിന്റെ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഡോട്ട് മാത്രമാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലെ ചെറിയൊരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രഹമാണ് മൂൺ അഥവാ ചന്ദ്രൻ. അതിലുള്ള പ്രതിഭാസങ്ങളെ കുറിച്ചും അത്ഭുതങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുമ്പോഴും അതിസങ്കീർണമായ ആശയങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. കാരണം അത്രക്കും നിഗൂഢമാണ് നമ്മുടെ സോളാർ സിസ്റ്റം എങ്കിൽ നമ്മുടെ പ്രപഞ്ചം, അതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം എത്രത്തോളം നിഗൂഢമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൊണ്ട് വളരെ നല്ല ചിന്താമണ്ഡലങ്ങൾക്ക് തിരികൊള്ളുന്ന സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു മണിക്കൂറുകൊണ്ടുള്ള സെഷൻ കൊണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തെ കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ചോ പറഞ്ഞു തീർക്കുക എന്നുള്ളത് ആദ്യമാണ്. എങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒരു അടിസ്ഥാന വിവരം അഥവാ ചന്ദ്രഗ്രഹണം, അതുപോലെ സൂര്യഗ്രഹണം, അതുപോലെ അതിന്റെ ഫേസ് ഡിഫറൻസുകൾ, പിന്നെ അതുപോലെ വളരെ അത്ഭുതമാണ്. വായു അതുകൊണ്ട് വളരെ വിലപ്പെട്ട ചെലവഴിച്ച സാറിന്റെ അപ്പാട് മർപ്പിക്കുന്നു. അത് വേണ്ടി കൊടുത്ത നമ്മുടെ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഹാർദവമായി തന്നിരിക്കുന്നു. പരിപാടി അവസാന തുടർവാദങ്ങളുടെ ചുവട്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഒന്നുകൂടി അർപ്പിച്ചു. ഹലോ സർ. ഹലോ, കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് കുറെ ലെഫ്റ്റ് ആയി പോയതുകൊണ്ട് തുടക്കങ്ങളൊക്കെ എനിക്ക് മിസ്സായി പോയി. ഓക്കെ, യെസ്. എന്തായാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ദീപ്തി മിസ്സിനോട് അത് പറയേണ്ടായി. കാരണം നമ്മളെപ്പോഴും നമ്മളെ സബ്ജക്റ്റിന്റെ ടോക്ക് ആയിരിക്കില്ല എപ്പോഴും കേൾക്കുന്നുണ്ടാവുക. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സബായിട്ടാണ് ഫിസിക്സ് പഠിച്ചിട്ടുള്ളത്. അപ്പം ഒരു അത് വെച്ചാൽ നമ്മളെ സബ്സിഡിയറി ആ കോളേജ് കാലഘട്ടത്തോട് കൂടിയിട്ട് ഫിസിക്സുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെയാണ് വെർച്വൽ സ്കൈ വാച്ച് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കുറച്ചൊക്കെ മിസ്സായി പോയെങ്കിലും ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ കണ്ടു. കാരണം നമ്മളൊക്കെ എപ്പോഴും ഈ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ആൾക്കാര്, ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം തൊട്ട് എപ്പോഴും നമ്മള് കുട്ടിയായിരുന്നാലും നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്, അവിടെ എന്താണ്, ആകാശത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴ് എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് സാറ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടാണ് പ്രസന്റ് ചെയ്തത്. കാരണം സബ്സിഡിയറിക്കാരെ സംബന്ധിച്ചിടത്തോളം കോറിന് അത്ര ഒരു കാര്യങ്ങൾ അറിയാൻ താല്പര്യം കാണില്ല. പക്ഷെ സാറ് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് സിമ്പിൾ ആയിട്ട് അതിന്റെ സർഫസിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഡീപ്പായിട്ട് പറഞ്ഞ് നമ്മളെ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് സർഫസിലൂടെ പോയത് കൊണ്ട് എന്താ പറയാ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതുപോലെ മൂണിന്റെ കാര്യങ്ങളും ഇപ്പം സാറ് പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. നമ്മുടെ ടെലിസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇമേജ് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾക്ക് അങ്ങനെ ഉള്ളൊരു ധാരണയേ ഉള്ളൂ, സ്പോട്ടായിട്ടായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പൊ സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഗാലക്സിനെ കുറിച്ചിട്ട്. കാരണം എനിക്കത് അറിയില്ല, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് ഗാലക്സി എന്ന് പറഞ്ഞാൽ ശരിക്കും കുറെ ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, മിൽക്കി വേനെ കുറിച്ചിട്ടൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ ഒരു സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഏത് ഗാലക്സിയിലാണ് വരുന്നത്? നമ്മൾ മിൽക്കി വേയിലാണ്. മിൽക്കി വേ എന്നാണ് നമ്മുടെ ഗാലക്സിയുടെ പേര്. ഒരു സ്പൈറൽ ആയിട്ടുള്ള ഗാലക്സിയാണ്. അതിന്റെ ഒരു ആമിലാണ് നമ്മൾ സണ്ണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് അതിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഗാലക്സിനെ കാണാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്ത ആകാശത്ത്, പൊല്യൂഷൻ ഇല്ലാത്ത വെച്ചാൽ ലൈറ്റ് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത്, മൂൺ ഇല്ലാത്ത ദിവസം, കാരണം മൂൺ ഉണ്ടെങ്കിൽ മൂണിന്റെ ലൈറ്റ് ആയിരിക്കും ആകാശത്തിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നമുക്ക് മറ്റു ഒബ്ജക്റ്റുകളെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. മൂൺ ഇല്ലാത്ത ദിവസം ബേസിക്കലി അമാവാസിയിൽ അന്ന്, അല്ലെങ്കിൽ 1, 2, 3 അമാവാസി കഴിഞ്ഞിട്ട് 2-3 ദിവസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ആകാശത്തിന്റെ തെക്ക് വടക്ക് നമുക്ക് ഒരു പാച്ച് ഓഫ് ലൈറ്റ് ആയിട്ട് ഈ പറയുന്ന ഗാലക്സിയെ കാണാം. അപ്പൊ നമ്മൾ ആ ഗാലക്സി തന്നെയാണ് ഉള്ളത്. ആ ഗാലക്സി നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ ഗാലക്സിയുടെ ആ പോർഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം
കഴിഞ്ഞ ദിവസം കണ്ട് എൻ്റെ സുഹൃത്ത് നിജോ വർഗീസ് എന്ന് പറഞ്ഞത്, പുള്ളി കുറച്ചും കൂടെ ഈ നമ്മുടെ ക്യാമറയ്ക്ക് ഇച്ചിരിയും കൂടെ എക്സ്പോഷർ, ഐ മീൻ ടൈം എക്സ്പോഷർ കൂട്ടിയിട്ട് അതിന്റെ പിക്ചറൊക്കെ എടുക്കുന്നത്. നിങ്ങൾ ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗാലക്സിയുടെ ഒക്കെ ഭംഗിയുള്ള ചിത്രങ്ങൾ, നമ്മുടെ ഗാലക്സിയുടെ ഭംഗിയുള്ള ചിത്രങ്ങൾ കാണാം. പക്ഷെ ഈ പറയുന്ന സ്പൈറൽ ഗാലക്സിയുടെ ആസ് എ ഹോൾ സ്പൈറൽ ഫോം നമുക്ക് നമ്മുടെ ഇവിടെ നോക്കി കാണാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഒരു പാച്ച് ആയിട്ടേ കാണുള്ളൂ, ബിക്കോസ് വി ആർ ഇൻസൈഡ് ദാറ്റ്. ഇനി ഇതല്ലാതെ ടെലസ്കോപ്പ് വെച്ച് കാണാവുന്ന വേറൊരു ഗാലക്സി കൂടി നമുക്കുണ്ട്. ആൻഡ്രോമിഡ എന്ന് പറയുന്നത് നമ്മുടെ നൈബറിംഗ് ഗാലക്സിനെ നമുക്ക് നമ്മുടെ ടെലസ്കോപ്പ് വെച്ച് കാണാം. ആൻഡ് ദാറ്റ് വിൽ ബി ദ എക്സാക്ട് ഷേപ്പ്. അതൊരു എലിപ്റ്റിക്കൽ ഗാലക്സി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എലിപ്റ്റിക്കൽ ഗാലക്സിയെ ആ ഷേപ്പിൽ നമുക്ക് കാണാം. നമ്മുടെ ഗാലക്സിയുടെ പേര് മിൽക്കി വേ, അല്ലെങ്കിൽ ആകാശഗംഗ, ക്ഷീരപഥം എന്നൊക്കെ പറയുന്ന ആ സാധനമാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സർ. സർ, അപ്പൊ ഇതുപോലെ വേറെയും കുറെ ഗാലക്സികൾ ഉണ്ടാവില്ലേ? ഓഫ് കോഴ്സ് ഉണ്ട്. ഞാനിതിൽ ഏതോ ഒരു ചിത്രത്തിൽ അവസാനം ചിത്രം, അത് ഞാൻ എൻ്റെ പ്രസന്റേഷൻ പോയോന്ന് എനിക്കറിയില്ല. പ്രസന്റേഷൻ പോയിട്ടില്ല എങ്കിൽ അതിന്റെ ലാസ്റ്റ് ചിത്രം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. ഇതിലെ ആ സെക്കൻഡ് ഫിഗർ ഉണ്ടല്ലോ, പോയി നോക്കൂ അല്ലേ? ഇല്ല സർ, കാണുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ട്. ആണോ? ഗാലക്സീസ് എന്ന് പറഞ്ഞ സ്ക്രീൻ അല്ലേ? ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഓടിക്കട്ടെ. ഇത് തന്നെ ഇപ്പൊ കാണുന്നത് ഗാലക്സീസ് എന്ന് പറയുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ് സർ, കാണുന്നുണ്ട്. അതിലെ ഈ സെക്കൻഡ് ഫിഗറിൽ ഈ കാണുന്ന ഈ ഓരോ കുഞ്ഞു ഡോട്ടുകളും ഗാലക്സികളാണ്. ഇതൊരു ഗാലക്സിയാണ്, ഇതൊരു ഗാലക്സിയാണ്, ഇതെല്ലാം ഗാലക്സികളാണ് കേട്ടോ. ഇതെല്ലാം ഗാലക്സികളാണ്. എടുത്ത ഓരോ ഒബ്ജക്റ്റുകൾ ഉണ്ടായി, അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സ്റ്റാർ ക്ലോസർ ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഗാലക്സികളാണ്. നിങ്ങൾക്ക് ഗാലക്സിയുടെ ഷേപ്പ് ഒക്കെ നോക്കാം. ചിലതൊക്കെ ഉണ്ടോ, സ്പൈറൽ ആമൊക്കെ കാണാം ചിലതിൽ കേട്ടോ. ഇത് ഹബിൾ നമ്മുടെ ഹബിൾ ടെലസ്കോപ്പ് പുറത്താണ് നമ്മുടെ, അതായത് എർത്തിൽ ബേസ്ഡ് അല്ല, അത് സ്പേസിലാണ് ഉള്ളത്. അപ്പൊ സ്പേസിൽ നിന്ന് എടുക്കുന്ന പിക്ചറാണിത്. അപ്പൊ സ്പേസിൽ നിന്ന് ഇത്രയും ലൈറ്റ് എക്സ്പോഷർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഗാലക്സികളുടെ കൂട്ടമുണ്ട്, ആ കൂട്ടങ്ങളുടെ കൂട്ടമുണ്ട്. യു ഹാവ് എ ലാർജ് നമ്പർ ഓഫ് തിങ്സ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ഇമാജിനേഷന്റെ അപ്പുറത്താണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മള് മനുഷ്യൻ ഉപയോഗിക്കുന്ന ലെങ്ത് സ്കെയിലിലും ടൈം സ്കെയിലിലും സൈസിലും ഒന്നും അല്ല യൂണിവേഴ്സ് ഇരിക്കുന്നത്. യൂണിവേഴ്സിന്റെ അപേക്ഷിച്ച് നമ്മൾ വളരെ 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 ചെറുതാണ്. ഓക്കേ, താങ്ക് യു സർ. ഷബീർ ക്ലിയർ ആകുന്നില്ലടാ. ഹലോ ഷബീർ, ക്ലിയർ ആകുന്നില്ല. ഹലോ, കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ട്. പറഞ്ഞോ, ചോദിച്ചോ, സാറിന് ചോദിച്ചോ. നമ്മളൊരു പാറ്റേൺ മാറ്റി പിടിച്ചു. വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞിട്ടാണ് ഡൗട്ട് ചോദിച്ചതായി പോയത്. ചോദിച്ചോളൂ. എനിക്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഒന്ന് ജസ്റ്റ് ഡൗട്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ. എനിക്ക് പറയുന്നത് ക്ലിയർ അല്ല. ഒന്ന് ടൈപ്പ് ചെയ്യൂ. സാർ മുന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലേ, വേറെയും ചില ഗ്രഹങ്ങൾക്ക് വളയങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. അതാണോ സാറിന്റെ ചോദ്യം? അത് ശരിയാണോ? എനിക്ക് തോന്നുന്നത് സാറ്റേൺ മാത്രമാണ് അങ്ങനെ പ്രൊമിനന്റ് ആയിട്ടുള്ള റിങ്സ് ഉള്ളത്. പലർക്കും ഇതുപോലത്തെ ഈ ബെൽറ്റ് ഷേപ്പ് ആയിട്ട്, അതായത് ചില കാര്യങ്ങൾ ഇതിനെ സറൗണ്ട് ചെയ്യുന്നത് ഉണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ അങ്ങനെ ബെൽറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാറില്ല. ഈ വലയം, അതായിരുന്നു സാറിന്റെ ക്വസ്റ്റ്യൻ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പ്രപഞ്ച വികസനം എന്ന് പറഞ്ഞല്ലോ, ഇത് എങ്ങോട്ടാണ് വികസിക്കുന്നത് മനസ്സിലായി. പ്രപഞ്ചത്തിന്റെ അകത്ത് മാത്രമല്ല നമ്മൾ ചർച്ച, ഇപ്പൊ ടൈം സ്പേസ് ഒക്കെ അകത്താണ്. പുറത്തെ സ്പേസ് അതെ, സ്പേസ് വികസിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്ത് കാര്യവും വികസിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു സ്പേസ് ടൈം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വലുതാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാം. അപ്പൊ ഉദാഹരണത്തിന് ഒരു ബലൂൺ വീർക്കുക എന്ന് നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ
ബലൂൺ എവിടേക്കാണ് വീർക്കുന്നത്? നമ്മുടെ സ്പേസ് ടൈമിലാണ് വീർക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു സ്പേസ് ടൈം ഉണ്ട്, അതിൽ വീർക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ വികസിക്കുന്നതിനെ കുറിച്ചുള്ള ധാരണയാണ് നമുക്ക് പൊതുവേ ഉള്ളൂ. പക്ഷെ ഇപ്പം പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ എൻറ്റയർ സ്പേസ് ടൈം തന്നെയാണ് മുഴുവനായിട്ട് തന്നെയാണ് വികസിക്കുന്നത്. അത് എന്തിലേക്ക് വികസിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്കില്ല. അല്ലെങ്കിൽ ഇത് തുടങ്ങിയ സമയത്ത്, അതായത് ഒരു പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി, അപ്പൊ അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നായിരിക്കും വികസിച്ചത് എന്നതിനെയാണ് നമ്മൾ ഈ ബിഗ് ബാങ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബിഗ് ബാങ് തിയറിയുടെ സമയത്ത് നമ്മൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഒരു എൻറ്റയർ സ്പേസ് ടൈം വാസ് ഇൻ എ പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി ആയിരുന്നു. അത് എന്തിനാണ് ഉണ്ടായിരുന്നത് എന്നോ അത് എന്തിലേക്കാണ് വികസിക്കുന്നതെന്നോ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. നമ്മൾ ഇരിക്കുന്നത് ആ സ്പേസ് ടൈമിലാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാവുന്നത്. ഓക്കെ ആണോ? ഹലോ, കഴിഞ്ഞോ? ആ സർ, കഴിഞ്ഞു. നമ്മൾ ഡൗട്ട് ചോദിക്കായിരുന്നു. അനന്തമജ്ഞാതം അവർണ്ണനീയം കേട്ടില്ലേ? അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തെന്നറിഞ്ഞു. അതാണ് അവിടെ ഇപ്പൊ എത്തിയത് അല്ലേ? വളരെ വളരെ ഞാൻ കൂടെ കേട്ടു. ചില സംശയമൊക്കെ എനിക്കുണ്ട്. ഇപ്പൊ നോക്കാൻ സമയമില്ല, ഞാൻ വണ്ടി ഓട്ടിക്കൊണ്ടപ്പോ കേൾക്കുന്നത്. സാറിന് എല്ലാവരും നന്ദി ഒരിക്കലും രേഖപ്പെടുത്തുകയാണ്. കുറെ പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ സബ്സിഡിയറി ഫിസിക്സ് പഠിച്ചാലൊന്നും നശീത്ത ഒന്നും അറിയില്ല. ഇല്ല സർ, ഇല്ല സർ, അത് ഞാൻ സാറിനോട് പറഞ്ഞു. ഒന്നും അതിലില്ലല്ലോ, വളരെ സിമ്പിളായ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒന്നുകൂടി നമുക്ക് ഒരു ക്ലാസ് ഉണ്ടാക്കാം കുറച്ചുകൂടി പിന്നീട്. അല്ല സർ, ഞാൻ പിന്നെ ഇങ്ങനെ എന്താ പറയാ, ആസ്ട്രോഫിസിക്സ് ആകുമ്പം കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേൾക്കാൻ എല്ലാവർക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തത്. സാറിന്റെ വീട് എവിടെയാണ്? സാറിന്റെ വീട്? ഞാന് കുറ്റിപ്പുറമാണ്, മലപ്പുറം. വർക്ക് ചെയ്യുന്ന അവിടെ എറണാകുളത്തല്ലേ? എറണാകുളത്താണ്. അതെ. ഓക്കെ സാർ. പഠിച്ച ഇവിടെ മലബാർ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉണ്ട്, ഞാൻ പൊന്നാനി എംഎസിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. ഓക്കെ, ഞാൻ ഗവൺമെന്റ് ആർട്സിലായിരുന്നു. അവിടെ നശീത പഠിച്ചത്. ഞാനവിടെ ഗവൺമെന്റ് ആർട്സ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. പിന്നീട് MSc ഒക്കെ ഒറ്റപ്പാല NSSലായിരുന്നു. ഉണ്ടായിരുന്നു, പഠിച്ചിരുന്നു. ഇവിടെ പ്രിൻസിപ്പളായി ഞാൻ തുടങ്ങാം. ഞാനേതായാലും ഞാൻ വണ്ടി ഓട്ടിക്കൊണ്ട് പോകും. അപ്പൊ ഐ എം ലീവിംഗ് ദി പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്. Okay, anyway, thank you once again, sir. Okay, thank you. Thank you very much. ആയിക്കോട്ടെ.